ഇത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു വിധിയാണ് വന്നത്. പക്ഷെ പൂർണ്ണമായിട്ട് ഞാൻ തൃപ്തനല്ല. കാരണം എന്ന് വെച്ചാൽ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് 1960 നിയമം അനുസരിച്ച് 11(3) അനുസരിച്ച് കൊല്ലാനായിട്ട് വ്യക്തമായിട്ട് ഇവിടെ നിയമം പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയും അതുപോലുള്ള ബഹുമാനപ്പെട്ട എല്ലാ കോടതികളെയും വലിയ വക്കീലന്മാരെ തെറ്റിദ്ധരിപ്പിച്ചു വന്ന് ABC റൂൾ അനുസരിച്ച് വന്ധ്യംകരിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ വന്ധ്യീകരണം എന്ന് പറയുന്നതൊന്നും നടക്കുന്ന കാര്യമില്ല. വന്ധ്യംകരിച്ച പട്ടികളൊന്നും കടിക്കത്തില്ലെന്ന് ഒരിടത്തും പ്രൂവ് ചെയ്തിട്ടില്ല. ഇത് കൊല്ലാനായിട്ട് ഇവിടുത്തെ ഇന്ത്യയിൽ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള 1960 നിയമമുണ്ട്. 2022 അവർ അമെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അത് നടന്നിട്ടുമില്ല. ആ നിയമം ഇന്നത്തെ കേരള ഗവൺമെന്റ് പോലും സുപ്രീം കോടതിയുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് ഇതിനെ കൊല്ലുക അല്ലാതെ ഒരു മാർഗമില്ല. ഇത് പ്രാക്ടിക്കൽ ആകുമെന്ന് എനിക്കറിയത്തില്ല. 7 ലക്ഷത്തോളം പട്ടികളാണ് കേരളത്തിലുണ്ടെന്ന് പറയുന്നത്. ഈ 7 ലക്ഷത്തോളം അല്ലെങ്കിൽ 3 ലക്ഷത്തോളം പല കണക്കുകൾ പറയുന്നുണ്ട്. ആർക്കും കൃത്യമായിട്ട് കണക്കൊന്നുമില്ല. എവിടെ കൊണ്ടിടും? ഏറ്റവും എളുപ്പമുള്ളതായിരുന്നു വെച്ചാൽ പട്ടിപ്രേമികളുള്ളവരെല്ലാവരും വേണമെങ്കിൽ 10, 25, 30 പട്ടികളെ വീട്ടിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്. അതല്ലാതെ കേരളത്തിനെ പോലെ വളരെ ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്ത് എവിടെ കൊണ്ടിടുമെന്നുള്ളത്. പക്ഷെ എന്തായാലും ശരി, സുപ്രീം കോടതി വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി തന്നെ ഹാജരാകാൻ പറഞ്ഞു. വൈസ് പ്രസിഡന്റിന്റെ വിസിറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ചീഫ് സെക്രട്ടറി ഹാജരാകാതിരുന്നത്. ഇത് ചെയ്യേണ്ട കാര്യമാണ്. എവിടെയെങ്കിലും കൊണ്ടിട്ടെ ഇത് കാലാകാലങ്ങൾ, ഈ സർക്കാർ എന്നല്ല, കാലാകാലങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള സർക്കാരുകൾ ഈ പ്രശ്നം ഒരു പ്രശ്നമല്ല എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇവിടെ ചെയ്തത്. തെരുവിൽ കൊണ്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നവരെ ഞാൻ പല പ്രാവശ്യം, ഞാൻ അർബൻ അഫയേഴ്സ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ നിർദ്ദേശം കൊടുത്തതാണ്. പക്ഷെ അതൊരു ഉത്തരവായിട്ട് പോകാനായിട്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തയ്യാറില്ലായിരുന്നു. തെരുവിൽ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വീട്ടിലെ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്നത് വേസ്റ്റ് ആയിട്ട് കണക്കാക്കി നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇത് ഉണ്ടായില്ല. ഇവിടുത്തെ വേസ്റ്റ് പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയധികം പട്ടികൾ ഇവിടെ ഉണ്ടായത്. അപ്പൊ ഈ ഗവൺമെന്റ് ചെയ്യട്ടെ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വഷളാക്കിയതിനു ശേഷം 8 ആഴ്ചക്കുള്ളിൽ ഇതിനെ മാറ്റട്ടെ. പട്ടിപ്രേമികളുടെ വീട്ടിൽ കൊണ്ടുപോകാം. ഇത് വളരെയധികം പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഉണ്ട്. അതിന്റെ വളരെയധികം സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ കെന്നലുണ്ടാക്കാം. അതെല്ലാം എന്റെ കാടിന്റെ സൈഡിൽ കൊണ്ടുവന്ന് ഏതെങ്കിലും ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിം പ്രദേശത്ത് കൊണ്ടുവന്നിട്ട് കെന്നലുണ്ടാക്കട്ടെ. അത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. അത് ചെയ്യണം. അല്ലെങ്കിൽ അത് കോടതിയുടെ അലക്ഷ്യമായിട്ട് അത് മാറുകയും ചെയ്യും. ഈ വഷളാക്കിയതിനു ശേഷം പിന്നെ എന്റെ അടുത്ത് ഇത് പ്രാക്ടിക്കലാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉത്തരം പറയേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആണെങ്കിൽ നമുക്ക് ചെറിയൊരു സംഖ്യയാണ് തെരുവ് നായ്ക്കൾ, അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. പെറ്റ് പെരുകിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിലായിരിക്കുകയാണ്. തെരുവ് നായയുടെ വിഷയം സംബന്ധിച്ചൊക്കെ തന്നെയും തെരുവിൽ ഇറങ്ങാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഒരു പൊതു ഇടത്ത് നിൽക്കാൻ സാധിക്കാത്ത പോലെ തന്നെയാണ്. അതേപോലെ തന്നെ ഇവയെ പരിപാലിപ്പിക്കുന്ന ഒരുപാട് ആളുകളും ചുറ്റുമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും ഈ ഷെൽട്ടറുകളൊക്കെ തന്നെ മാറ്റണമെന്ന് പറയുമ്പോഴും അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, മുതലായ കാര്യങ്ങളൊക്കെ അവിടെ ചോദ്യചിഹ്നമായിട്ട് തുടരുകയാണ്. അല്ല, ഇതിനായിട്ട് ഇത് പ്രാക്ടിക്കൽ ആകാൻ പോകുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇവിടെ ആണല്ലോ സാക്ഷരത വളരെ കൂടുതലായും ലോകത്തുള്ള എല്ലാ പരിസ്ഥിതി പ്രവർത്തകരും ഇതുപോലുള്ള ഹ്യൂമൻ ആനിമൽ ആക്ടിവിസ്റ്റുകളും എല്ലാം വരുന്നൊരു സംസ്ഥാനമാണ് കേരളം. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ മാധ്യമ അറ്റൻഷൻ കിട്ടുകയും അവർക്കൊരു പത്മശ്രീയും അതുപോലുള്ളവർ കിട്ടാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം കേരളത്തിൽ വന്നില്ല. മറ്റു സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പട്ടികളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അവിടെ ഒന്നും ആരും ഇത്രയും വലിയൊരു രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല. ഡൽഹി പോലുള്ള വളരെയധികം ആക്ടിവിസ്റ്റുകൾ കിടക്കുന്ന സ്ഥലത്താണ് വളരെ രൂക്ഷമായിട്ടുള്ളത്. അല്ലെങ്കിൽ സിറ്റി പോലുള്ളിടത്താണ് ഇത് ചെയ്യുന്നത്. ഈ പട്ടികളെ കൊല്ലാനായിട്ട് നിയമമുണ്ട്. ആ നിയമം ചെയ്യാതിരുന്നിട്ടാണ് ഇത് ഇത്രയും വഷളായത്. നിങ്ങൾ ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് പോകും. ഞാൻ പോയിട്ട് കുറച്ച് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ആ രാജ്യങ്ങളിൽ ഈജിപ്റ്റ് ഒഴിച്ച് ബാക്കി ഒരു രാജ്യങ്ങളിൽ പോലും എനിക്കല്ല. ഈജിപ്തിലാണെന്നുണ്ടെങ്കിൽ മതപരമായിട്ട് അവർക്ക് പണ്ട് തൊട്ടേ പട്ടികൾ അവർ ആരാധിക്കുന്നതാണ്. കണ്ണൂരാണെന്നുണ്ടെങ്കിൽ മുത്തപ്പൻ അമ്പലത്തിൽ ആരാധിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് തെറ്റാണെന്ന് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ആഫ്രിക്കയിൽ പോയി നോക്ക്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിൽ പട്ടിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ലൈസൻസ് ഉള്ളതായിട്ട് ഇവിടെ ലൈസൻസ് ഇല്ല, ചിപ്പ് വെക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് സിരിജൻ കമ്മീഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല. എത്രയോ കുഞ്ഞുങ്ങൾ ഇവിടെ മരിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം വലിയ കാറിലാണ് നടക്കുന്നത്. അവർക്ക് സാധാരണക്കാരന്റെ പ്രശ്നമൊന്നുമില്ല. അവർക്ക് സാധാരണക്കാരന്റെ പ്രശ്നം മനസ്സിലാകത്തില്ല. അവർക്ക് കാറ് നടക്കുന്നതുകൊണ്ടും അതുപോലെ ആകുന്നുണ്ടെങ്കിൽ സാധാരണക്കാരനെ അല്ലെ കൊച്ചു കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവരെ കടിക്കുന്നതോ അല്ലെ ബൈക്കിൽ ഇവിടെ ആണെന്നുണ്ട് ഒരാൾക്ക് പോലും പോകാൻ പറ്റാത്തതൊന്നും അവരുടെ പ്രശ്നമല്ല. അവർക്കറിയാം 4-5 ഫ്രീ ബീസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കിട്ടും. ഇതൊന്നും ജനങ്ങളുടെ പ്രശ്നത്തിലൊന്നും കാര്യമായിട്ട് ഇടപെടണ്ട. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത് പോയി ചെയ്യട്ടെ. അത് ചെയ്തേ പറ്റൂ. അതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വഷളാക്കിയവർ തന്നെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പരിഹാരവും കാണട്ടെ. അത് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സുപ്രീം കോടതിയുടെയാണ് വിധി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.